പൂജയ്ക്ക് ചെന്നപ്പോൾ അവിടെ പൂജ മുറയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, ഹോമം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പൂച്ച വന്ന് വിളക്കിലെ ഈ എണ്ണ കുടിക്കുന്നു. പൂച്ചയെ നിരവധി തവണ ഓടിച്ചു വിട്ടു, പക്ഷേ പൂച്ച അനുസരിക്കുന്നില്ല. അവസാനം തിരുമേനി എന്ത് ചെയ്തു? ഒരു കൊട്ട കൊണ്ടുവന്നിട്ട് ഈ പൂച്ചയെ മൂടിയിട്ട് പൂജ നടന്നു. ഈ അനുഭവമുള്ളതുകൊണ്ട് തിരുമേനി ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ ചോദിക്കും, ഇവിടെ പൂച്ചയുണ്ടോ? ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു കൊട്ട കൊണ്ടുവരാൻ പറയും, അതിനെ മൂടിയിടും. അനുകരണം. കുഞ്ഞു തിരുമേനി ഇന്ന് ചെന്ന വീട്ടിൽ പൂച്ചയില്ല. പക്ഷേ എന്തിനു വേണ്ടി അച്ഛൻ അങ്ങനെ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് കാരണമറിയാതെ ഈ കാഴ്ച മാത്രം കണ്ട് അത് പഠിച്ച കുട്ടി ഇന്നും വന്ന് എന്ത് ചെയ്യുന്നു? അനുകരിക്കുന്നു. ഇതുതന്നെയാണ് സമ്പത്തിൻ്റെ കേസിൽ നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്തവണ ചിന്തിക്കേണ്ടത്, ഇത്തവണ അവയർനെസ് ഉണ്ടാക്കേണ്ടത്, എന്ത് കണ്ടാണ് നിങ്ങൾ വളർന്നത്? നിങ്ങളുടെ വീട്ടിൽ പൈസ കൈകാര്യം ചെയ്തത് ആരായിരുന്നു? ആരുടെ സ്വാധീനത്താലാണ് നിങ്ങൾ പൈസ കൈകാര്യം ചെയ്യുന്നത്? ഇപ്പോൾ ആരാണ് പൈസ കൈകാര്യം ചെയ്യുന്നത് കണ്ട് നിങ്ങൾ വളർന്നത്? ഇത് നിങ്ങൾ ഇന്ന് ചിന്തിക്കണം, അത് കുറിച്ചിടണം. എപ്പോഴും മീൻ കിട്ടുമ്പോൾ തലയും വാലും നല്ല രീതിയിൽ കട്ട് ചെയ്ത് കളയുന്നു അമ്മ. അമ്മയോട് ചോദിച്ചു, എന്താ ഇങ്ങനെ കട്ട് ചെയ്യണേ? എൻ്റെ അമ്മയും ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അവസാനം അമ്മൂമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, പണ്ട്